ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഹെയർ കെയറിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാത്ത ഒരു സീക്രട്ട് ഓയിലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ ഞാൻ പറയാഞ്ഞെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്താ പറയാഞ്ഞെന്ന് വെച്ചാൽ നാട്ടിലെത്തിയാൽ മാത്രമേ ആ ഒരു ഓയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. കാരണം ബാംഗ്ലൂരിൽ നിന്നൊന്നും ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ നാട്ടിലിപ്പോൾ എത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോവാണ്. ഇത് സീക്രട്ട് ഓയിൽ എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ പണ്ട് തൊട്ടേ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അപ്പൊ എൻ്റെ ഒരു ഹെയറിന്റെ സീക്രട്ടും വേണമെങ്കിൽ അതാണെന്ന് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ വീടിന്റെ പറമ്പിലെത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ നിങ്ങൾ കാടാണെന്നൊന്നും വിചാരിക്കരുത്, മഴയായതുകൊണ്ട് കുറച്ച് കാടൊക്കെ വന്നതാണ്. അപ്പോൾ എന്തിനാ പറമ്പിൽ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറമ്പിൽ തന്നെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഫോളോ മീ. അപ്പൊ പറമ്പിൽ നിന്ന് പറിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് അടക്കം എല്ലാം ഞാനിവിടെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത് കരിവേപ്പിലയാണ്. നേരത്തെ ഞാൻ പറിക്കുന്ന കണ്ണല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു പിടി, ഒരു ഫുള്ളായിട്ടുള്ള ഒരു പിടിയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് കരിവേപ്പില എടുക്കാം. ഇനി രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് പറയുന്നത് ഉലുവയാണ്. ഇത് ഞാനൊരു 100 ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ചതാണ്, വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കുതിർന്ന് കിട്ടിയ ഉലുവയാണിത്. അടുത്ത ഇൻഗ്രീഡിയന്റ് അലോവേരയാണ്. നേരത്തെ ഞാൻ കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഞാൻ 2 തണ്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ജെല്ല് ഞാൻ ആക്കിയിട്ട് എടുത്തതാണ്, തോലൊക്കെ കളഞ്ഞിട്ട്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് ചെറിയ ഉള്ളിയാണ്. സാമ്പാർ ഉള്ളി എന്നൊക്കെ പറയുന്ന ആ ചെറിയ ഉള്ളിയാണ്. അത് ഞാനിവിടെ 1/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്, തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ്. ഇനി വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഞാൻ 1/4 കിലോ തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ചെമ്പരത്തി പൂവാണ്. എല്ലാവരുടെ വീട്ടിലും തൊടിയിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ സ്വന്തം ചെമ്പരത്തി പൂവാണ്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഇന്ന് 3 എണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഒരു 10-15 വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചെമ്പരത്തി പൂവാണ് അടുത്ത ഇൻഗ്രീഡിയന്റ്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഇത് ഞാൻ മുഴുവൻ ഉണങ്ങിയ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇവിടെ എനിക്ക് 50 ml ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു 100 ml വരെ ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഫൈനൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഇവിടെ ഞാൻ 1.5 ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് എണ്ണ കാച്ചാൻ പോകുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ല, ഇനി എള്ളെണ്ണയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ എള്ളെണ്ണ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ പറ്റും. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താന്നുള്ളത് ഞാൻ എണ്ണ കാച്ചുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് നേരത്തെ ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട്, എല്ലാം എന്ന് പറഞ്ഞാല് അതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റും പിന്നെ ഇതാ ഈ കുരുമുളകുമാണ്. ബാക്കി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ്. ഒപ്പരം വെളിച്ചെണ്ണ ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. വെളിച്ചെണ്ണ നമ്മൾ കാച്ചാനാണല്ലോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും നമ്മുടെ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ എണ്ണ കാച്ചൽ ചടങ്ങ്. അപ്പൊ നമ്മളിതൊരു ട്രഡീഷണൽ വേയിലാക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലായതുകൊണ്ടാണ് ഇതൊക്കെ പോസിബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ഉരുളി എടുത്തിട്ട് ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ മെല്ലനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കുകയാണ്. അപ്പോൾ ഇത് അരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂട്ടാതെയാണ്, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അരച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അരയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അല്ലാതെ വെള്ളം ഒരിക്കലും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പൊ ഇതില് ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. നെല്ലിക്കാണെങ്കിലും ഉലുവയാണെങ്കിലും ചെമ്പരത്തി പൂവാണെങ്കിലും എല്ലാം നമ്മുടെ മുടിയുടെ റൂട്ടിനൊക്കെ സ്ട്രോങ് ആയിട്ട് വെക്കാനും, ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് റിമൂവ് ആവാനും, അതുപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് ആയിട്ട് വരാനും, ഈ നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നാണ് പറയുന്നത്. എനിക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എന്റെ മുടി ഇതുവരെ നരച്ചിട്ടില്ല. അപ്പോ അതൊക്കെയാണ് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ ഈ കാച്ചിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഓയിലും ഈ മിക്സ് ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് തിളച്ചിട്ട് ഒരു പരുവായി വരാനുണ്ട്. ഇപ്പൊ ഇതിലിങ്ങനെ ചെറുങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് നല്ലൊരു മണൽ പരുവത്തിലെത്തും. അപ്പൊ ഈ എണ്ണയും ഈ മിക്സൊക്കെ വേറെ ആവാൻ തുടങ്ങും. അപ്പൊ അതുവരെ ഇതൊന്ന് നന്നായിട്ട് തിളക്കുവാണ് വേണ്ടത്. ഇങ്ങനെ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്ക് അങ്ങനെ പിടിക്കുന്ന ഒരു പ്രോബ്ലം ഒന്നും വരില്ല ഇതില്. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ ഞാൻ എടുത്തു വെച്ച കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കാണ്. ഇപ്പൊ ഒരു അരമണിക്കൂർ ആവാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ ഒരു പരുവം എന്തേ കണ്ടോ, ഇങ്ങനെ നല്ല തിള വന്നിട്ട് നല്ലൊരു വൈറ്റ് കളറിലൊരു പത വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് നീലയമരിയാണ്. ഇത് കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പണ്ട് തൊട്ടേ വൈദ്യരുടെ പീടികയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഒരു 25 ഗ്രാമോളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ നീലയമരി ചേർത്തപ്പോ ഓയിലിന്റെ നിറമൊക്കെ പച്ച കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള കുരുമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ എണ്ണ ആയാലുള്ള പരുവം മനസ്സിലാവൽ എങ്ങനെയാന്ന് വെച്ചാല്, ഈ ഇട്ട കുരുമുളക് ചെറുങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങും. അപ്പൊ ആ ഒരു സമയമാണ് നമുക്ക് നമ്മുടെ ഓയിൽ ആയി എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ അതുവരെ നമ്മളൊന്ന് തിളക്കാൻ തന്നെ വിടുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വെള്ള കളറിൽ ആ പതഞ്ഞ് വരുന്നൊക്കെ മാറിയിട്ട് കണ്ടോ, നമ്മുടെ ഓയിൽ ഇതില് തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു കുരുമുളക് ഇട്ടതും ആ പൊട്ടുന്ന ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കേക്കില്ല, ചെറിയൊരു സൗണ്ടാ വരിക. ഇതിപ്പം ടൈം എത്രയായി എന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ ഒരു 1 മണിയാവുമ്പോഴാണ് വെച്ചത്. ഇവിടെ ഇപ്പൊ ടൈം ഒരു 1:55 1 മണിക്കൂറിനടുത്ത് തന്നെ ആയി. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓയിൽ നല്ല ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ മിക്സ് ഒക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇത് കൂടുതൽ വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും. അങ്ങനെ ആവരുത്, നന്നായിട്ട് പൊരിഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ ഇത് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു മണൽ വാരിയ ഒരു ഫീൽ ആയിരിക്കും. ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതിനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത്. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചൂടോടെ തന്നെ അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മുടെ ഓയിൽ ഇവിടെ ഞാനിവിടെ ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ടാണുള്ളത്. അപ്പൊ ഇത് തേക്കുന്ന സമയത്ത് ആരും പേടിക്കണ്ട, ഈ നീരിറക്കം ഉണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, കുറച്ച് ഓയിൽ നമ്മൾ ഫിംഗേഴ്സിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് തേച്ചതിന് ശേഷം ഒന്ന് ഒരു കോമ്പൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു അരമണിക്കൂറിന് മുന്നെങ്കിലും, നമ്മൾ കുളിക്കാൻ പോകുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഇത് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഇതിങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ കുളിച്ചതിന് ശേഷവും ഓയിൽ മുടിയിൽ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ഒരു അരമണിക്കൂർ നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിച്ചാൽ തന്നെ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓയില്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇങ്ങനെ കുറച്ചൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കുറേ നാളത്തേക്ക് എത്തും. ഈ ഒരു ഓയില് ഇത് കുറെ ക്വാണ്ടിറ്റിയിലും കിട്ടും. ഈ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ റിസൾട്ടൊക്കെ പറയാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.